ബദറിന്റെ രണാങ്കണത്തിലേക്ക് പങ്കെടുക്കാൻ വേണ്ടി പോവാൻ വേണ്ടി ബഹുമാനപ്പെട്ട അബൂ ഉബൈദ റളിയല്ലാഹു തആല അൻഹു തന്റെ വാളിനെ റെഡിയാക്കുകയാണ്. തന്റെ പടയങ്കിയും തന്റെ പടച്ചട്ടയും റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. ആ സമയത്താണെങ്കിൽ തന്റെ പിതാവായ ജറാഹ് ലഅനത്തുല്ലാഹി അലൈഹി വെല്ലുവിളിക്കുകയാണെടാ അബൂ ഉബൈദ, നീ യുദ്ധത്തിന് പങ്കെടുക്കാൻ വേണ്ടി പോകുന്നതിന് മുമ്പ് നിന്റെ പിതാവായ ജറാഹിനോട് യുദ്ധം ചെയ്യടാ എന്ന് പറഞ്ഞു തന്റെ പിതാവായ ജറാഹ് വെല്ലുവിളിക്കുകയാണ്. ആരാണ് സഹോദരങ്ങളെ ജറാഹ് ലഅനത്തുല്ലാഹി അലൈഹി എന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂലിന്റെയും തന്റെ അനുയായികളുടെയും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അനുയായികളുടെയും എതിർക്ക് പക്ഷത്തുള്ള ആളാണ്, ശത്രുപക്ഷത്തുള്ള ആളാണ് ജറാഹ് ലഅനത്തുല്ലാഹി അലൈഹി. സ്വന്തം മകനാണെങ്കിലോ ഹബീബായ റസൂലുള്ളാഹി തങ്ങളുടെ അനുയായിയാണ്. അങ്ങനെ വെല്ലുവിളിക്കുകയാണ്, അബൂ ഉബൈദ, നീ യുദ്ധത്തിന് പങ്കെടുക്കാൻ വേണ്ടി പോകുന്നതിന് മുമ്പ് എന്റെ കൂടെ നീ അടികൂടടാ, എന്റെ കൂടെ നീ ഫൈറ്റ് കൂടടാ എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ സഹോദരങ്ങളെ അബൂ ഉബൈദനെ തെറി വിളിക്കുകയാണ്. അബൂ ഉബൈദ അനങ്ങിയില്ല. അബൂ ഉബൈദയെ എങ്ങനെയെങ്കിലും ദേഷ്യപ്പെടുത്തി തന്റെ പിതാവായ എന്നോട് യുദ്ധം ചെയ്യണമെന്ന് മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് അതാ ജറാഹ് വെല്ലുവിളിക്കുമ്പോൾ അബൂ ഉബൈദ അനങ്ങുന്നില്ല. ജറാഹ് തെറി വിളിക്കുമ്പോൾ അബൂ ഉബൈദ അനങ്ങുന്നില്ല. ജറാഹ് കിടന്ന് അവിടെ കിടന്നുകൊണ്ട് അബൂ ഉബൈദയെ താഴ്ത്തി കിടന്ന് സംസാരിക്കുമ്പോൾ അബൂ ഉബൈദ അനങ്ങുന്നില്ല. അങ്ങനെ അബൂ ഉബൈദ അനങ്ങുകയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ജറാഹ് എന്ത് ചെയ്തെന്നറിയുമോ? തന്റെ ഉമ്മാനെ തെറി വിളിക്കുകയാണ്, സ്വന്തം പെറ്റുമ്മാനെ തെറി വിളിക്കുകയാണ് സഹോദരങ്ങളെ. എന്നിട്ടും അബൂ ഉബൈദ അനങ്ങുന്നില്ല. സ്വന്തം പെറ്റുമ്മാനെ തെറി വിളിച്ചാൽ എത്ര വലിയ കൂട്ടുകാരനാണെങ്കിലും എത്ര വലിയ സുഹൃത്തുക്കളാണെങ്കിലും സഹോദരങ്ങളെ പിച്ചാത്തിപ്പിടി പള്ളിയിലോട്ട് കയറ്റാത്ത ആരെങ്കിലും ഉണ്ടോ? പക്ഷേ അബൂ ഉബൈദ അനങ്ങിയില്ല. സ്വന്തം ഉമ്മാനെ ചീത്ത വിളിച്ചിട്ടും സ്വന്തം തെറി വിളിച്ചിട്ടും അനങ്ങുകയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്റെ പിതാവായ ജറാഹ് എന്ത് ചെയ്തെന്നറിയുമോ? മുസ്തഫ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തെറി വിളിക്കുകയാണ്. ഉമ്മാനെ തെറി വിളിച്ചിട്ട് അനങ്ങിയില്ല, അവനെ തെറി വിളിച്ചിട്ടും അനങ്ങിയില്ല. അവസാനം ഹബീബായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അതാ ജറാഹ് ലഅനത്തുല്ലാഹി അലൈഹി തെറി വിളിക്കുമ്പോൾ അതാ അബൂ ഉബൈദ ചാടിയിറങ്ങുകയാണ്. പിന്നെ പിതാവും മകനും തമ്മിലുള്ള വലിയൊരു യുദ്ധം നടക്കുകയാണ്. വലിയ ഘോര ശബ്ദം കേൾക്കുകയാണ്. എന്തിന്റെയാണെന്നറിയുമോ? വാളും തമ്മില് ഒരസ്ഥീട്ട് തീപ്പൊരികൾ പാറുകയാണ്. പിന്നീട് പരിച തമ്മിൽ മുട്ടുകയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന ഘോരമായ യുദ്ധം, വളരെയധികം ശബ്ദപൂരിതമായ യുദ്ധം. അങ്ങനെ യുദ്ധം കഴിഞ്ഞ അവസാനം എന്താ എന്നറിയുമോ? സഹോദരങ്ങളെ ചരിത്രം രേഖപ്പെടുത്തുകയാണ്. അന്തരീക്ഷത്തിൽ കൂടി ഒരു തല കിടന്ന് ഫുട്ബോൾ പോലെ പറക്കുകയാണ്. അങ്ങനെ നോക്കുമ്പോൾ ആരുടെ തലയാണെന്നറിയുമോ? അബൂ ഉബൈദ കൊയ്തുകൊണ്ട് നിൽക്കുകയാണ്. സ്വന്തം പിതാവായ ജറാഹ് ലഅനത്തുല്ലാഹി അലൈഹിയുടെ തലയെ അതാ അബൂ ഉബൈദ റളിയല്ലാഹു തആല അൻഹു കൊയ്തുകൊണ്ട് നിൽക്കുകയാണ്. എന്നെ ചീത്ത വിളിച്ചോ കുഴപ്പമില്ല, എന്റെ ഉമ്മാനെ ചീത്ത വിളിച്ചോ കുഴപ്പമില്ല, പക്ഷേ എന്റെ കൽബിന്റെ രാജാവായ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഡാർക്ക് ഏജ് എന്ന് ചരിത്രകാരന്മാർ വിശേഷിപ്പിക്കുന്ന അപരിഷ്കൃത സമൂഹത്തെ വിജ്ഞാനത്തിലൂടെ വിജയത്തിലോട്ട് കൊണ്ടുവന്ന, ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലോട്ട് കൊണ്ടുവന്ന ഹബീബായ എന്റെ കൽബിന്റെ രാജാവുണ്ടല്ലോ, ആ പ്രവാചകനെ വെല്ലുവിളിച്ചാൽ, ആ പ്രവാചകനെ ചീത്ത വിളിച്ചാൽ എനിക്ക് സഹിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തം പിതാവിന്റെ തലയെടുത്ത് വെച്ച ആളല്ലേ അബൂ ഉബൈദ.